ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മുതിർന്ന പൗരന്മാർക്കുള്ള സേവിംഗ് അക്കൗണ്ട് ആണ്. 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള പ്രത്യേക അക്കൗണ്ട് ആണിത്. സാധാരണ അക്കൗണ്ടുകളെക്കാൾ ഉയർന്ന പലിശ നിരക്ക്, ഡോർ സ്റ്റെപ്പ് ബാങ്കിംഗ് സൗകര്യം, മെഡിക്കൽ ഇൻഷുറൻസ് പോലെയുള്ള ആനുകൂല്യങ്ങൾ എന്നിവ ഇത് ലഭിക്കുന്നു. 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഈ അക്കൗണ്ട് തിരഞ്ഞെടുക്കാം. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുട്ടികൾക്കുള്ള സേവിംഗ് അക്കൗണ്ട് ആണ്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി രക്ഷിതാക്കൾക്ക് തുറക്കാവുന്ന അക്കൗണ്ട് ആണിത്. കുട്ടിക്കാലം മുതലേ കുട്ടികൾക്ക് സാമ്പത്തിക ശീലം വളർത്താൻ ഇത് സഹായിക്കുന്നു. ചെറിയ തുകയിൽ അക്കൗണ്ട് തുറക്കാം. ചില ബാങ്കുകളിൽ വിദ്യാഭ്യാസ ഇൻഷുറൻസ് പോലുള്ള ആനുകൂല്യങ്ങളും നൽകുന്നു. കുട്ടികളുടെ പേരിൽ സമ്പാദ്യം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾക്ക് ഈ അക്കൗണ്ട് തിരഞ്ഞെടുക്കാം. ഇതുകൂടാതെ വനിതാ സേവിങ്സ് അക്കൗണ്ടുകൾ, സീറോ ബാലൻസ് അക്കൗണ്ടുകൾ എന്നിങ്ങനെ പലതരം അക്കൗണ്ടുകളും ഇന്ന് ലഭ്യമാണ്. ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളും ആനുകൂല്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ വിവിധ തരം സേവിങ്സ് അക്കൗണ്ടുകളെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങളുടെ ആവശ്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ഒരു അക്കൗണ്ട് തിരഞ്ഞെടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. ശരിയായ സേവിങ്സ് അക്കൗണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ പ്രായം, വരുമാനം, സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്നിവ പരിഗണിക്കണം. ഓരോ അക്കൗണ്ടിന്റെയും പലിശ നിരക്ക്, ആനുകൂല്യങ്ങൾ എന്നിവ താരതമ്യം ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായ ബാങ്ക് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക.